എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI അങ്ങനെയുള്ള ഏജൻസി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ കാര്യം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിൽ കൂടുതൽ വാചാലനാവുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നും വേണ്ടി വന്നാൽ കേന്ദ്ര റിസർവ് പോലീസ് ഉൾപ്പെടെ ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങുമെന്നും കേരള സർക്കാരുമായും കേരള ആഭ്യന്തര വകുപ്പുമായും ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഉടൻ തന്നെ വേണമെന്നുമുള്ള കാര്യം അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതായത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല, മാത്രമല്ല പാർലമെൻറ്റ് നിയമങ്ങൾ മാറ്റിയെഴുതും. കർമ്മനിരതരായ ഉദ്യോഗസ്ഥരെ അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലേക്ക്, അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിലേക്ക്, എന്തിന് അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ഒക്കെ അന്വേഷണവും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, ബംഗാളിലും കേരളത്തിലും ഒക്കെയുണ്ടായ സമാനമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമിത്ഷാ ഇത് പറഞ്ഞത്. അങ്ങനെയുണ്ടായാൽ തീർച്ചയായിട്ടും അതിശക്തമായ മാതൃകാപരമായ നടപടി സ്വീകരിക്കും. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ കൂടി കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടായിരിക്കും പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഇതിലെ കുറ്റവാളികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടാം. കൃത്യനിർവഹണത്തിന് എത്തുന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു കഴിഞ്ഞാൽ വിവിധ വകുപ്പുകൾ പ്രകാരം തീർച്ചയായിട്ടും കേസെടുക്കാം. പക്ഷേ ആ വകുപ്പുകൾ കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ നടപടികൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാനും ശിക്ഷാ കാലാവധി അടക്കം പിഴയടക്കം വർദ്ധിപ്പിക്കാനുമുള്ള നടപടികളായിരിക്കും ഇനി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് അമിത്ഷാ പറയുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര സെക്രട്ടറിയോടും അതുപോലെ ആഭ്യന്തരമന്ത്രിയോടും വിശദമായി കാര്യങ്ങൾ സംസാരിക്കും. വേണ്ടി വന്നാൽ ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും ഡൽഹിയിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയും. നടപടിയെടുക്കാതെ പോലീസ് ഒളിച്ചുകളി നടത്തിക്കഴിഞ്ഞാൽ കേരള പോലീസിനെതിരെ വരെയുള്ള നടപടിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകും. നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ എന്ന് പറഞ്ഞ് CPM പ്രവർത്തകരും ഗുണ്ടകളും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യക്തികളായാലും പ്രവർത്തകരും ഗുണ്ടകളും ഇറങ്ങി വന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ പോലുള്ള ആളുകളെ ആക്രമിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രമസമാധാന പാലന രംഗം എവിടെ ചെന്ന് നിൽക്കും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ താൻ അനുവദിക്കില്ല. താൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം എല്ലാത്തിനും കർശനമായ നടപടി തന്നെ സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം കൃത്യമായ ബോധവൽക്കരണം ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുസമൂഹത്തിനും കേന്ദ്ര സർക്കാർ നൽകും. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, ആക്രമിക്കുക ഒക്കെ തന്നെ ശരിയായ ഒരു കാര്യമേ അല്ല. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളാണ് തിരുവനന്തപുരത്ത് CPM പ്രവർത്തകർക്കെതിരെ ചുമത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ തോതിലുള്ള നിയമ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അത്തരത്തിൽ മാതൃകാപരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് അമിത്ഷാ ആവർത്തിച്ചത്. ഇനി ഒരു തരത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ അതത് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പും കൈക്കൊള്ളണം എന്ന കാര്യവും അമിത്ഷാ വ്യക്തമാക്കി.